കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ അതിൻ്റെ 27-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ അവസാന പാർട്ടിങ്ങനെയാണ്: ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഒരു സമയത്ത് ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ആശയം ഉണ്ടായിരുന്നു, എന്നാൽ ആ ആശയെല്ലാം അറ്റുപോയി. മക്കൾ വളർന്നു വരുന്നത് കണ്ട് രക്ഷപ്പെടുമെന്നുള്ള ആശയം ഉണ്ടായിരുന്നു. നല്ല ആരോഗ്യം കണ്ട് രക്ഷപ്പെടുമെന്നുള്ള ആശയം ഉണ്ടായിരുന്നു. നല്ലൊരു ആത്മീയ രംഗത്ത് ചേർന്ന് നിന്നു എന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള ആശയം ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ രക്ഷപ്പെടുന്ന ആശയം ഉണ്ടായിരുന്നു. മനോഹരമായ ഒരു ജോലി ലഭിച്ചപ്പോൾ, ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചപ്പോൾ, നല്ലൊരു ദാമ്പത്യ ജീവൻ ലഭിച്ചപ്പോൾ രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജീവിതത്തിൽ പാവം വന്ന് ആത്മീയമായി ആശയറ്റുപോയ ജീവിതം, ഇന്ന് ജീവിതത്തിൽ കടഭാരം വന്ന്, രോഗം വന്ന് ഭൗതികമായി ആശയറ്റുപോയ ജീവിതം. അങ്ങനെ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ആത്മീയമായി പരാജയം നേരിട്ടവർ, ഭൗതികമായി പരാജയം നേരിട്ടുകൊണ്ടോ ഇരിക്കുന്നവർ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? എങ്കിൽ ആശ തരുവാൻ, നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പുതിയ ആശ തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ യേശുവിന്റെ സാന്നിധ്യത്തിലാണ് ഇത്ര നേരം നാം ഇരുന്നു കൊണ്ടിരുന്നത്. തുടർന്ന് യേശുക്രിസ്തുവിനെ നാം നോക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവിനെ എന്ന ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ, ജീവിതത്തിലെ സകലവിധ പാവങ്ങളും ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവും നായകനുമായും സ്വീകരിക്കുകയാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ ആശയുള്ളവരായി ഇന്ന് ഇവിടുന്ന് കടന്നു പോകാൻ നമുക്ക് കഴിയും. ഞാനത് എൻ്റെ ജീവിതത്തോട് ചേർത്താണ് പറയുന്നത്. പലവട്ടം എൻ്റെ ജീവിതത്തിൽ ആശയറ്റുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആത്മീയമായി എൻ്റെ ജീവിതത്തിൽ എത്രയോ വട്ടം എൻ്റെ ജീവിതത്തിൽ ആശയറ്റുപോയി. പലവട്ടം എൻ്റെ ചെവിയിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്: ഇനി നിന്റെ ജീവിതത്തിൽ ആശയ്ക്ക് വകയില്ല, ഇനി നിന്റെ ജീവിതത്തിൽ ആശയ്ക്ക് വകയില്ല. അത് എന്നോട് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, അത് എന്നോട് പറഞ്ഞത് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരാളല്ല. എൻ്റെ ചെവിയിൽ മന്ത്രിച്ചത് എന്നെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടപിശാചാണ്. കാരണം ഞാൻ അനേക വട്ടം കർത്താവായ യേശുവിനോട് തീരുമാനമെടുത്ത ഒരു വ്യക്തിയാണ്. എത്ര വട്ടം കർത്താവായ യേശുവിനോട് ഞാൻ തീരുമാനമെടുത്തു എന്ന് എനിക്ക് അറിയുകയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം: ഞാൻ എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഓരോ പ്രാവശ്യവും തീരുമാനം തെറ്റിക്കുമ്പോൾ പിശാചിന്റെ ചെവിയിൽ മന്ത്രിക്കും: നിന്നെ കൊണ്ട് സാധ്യമാവുന്ന ഒരു കാര്യമല്ല ഈ ആത്മീയ ജീവിതം, നിന്നെ കൊണ്ട് സാധ്യമാവുന്ന ഒരു കാര്യമല്ല ജയജീവിതം. അത് പിശാച് ഓരോ പ്രാവശ്യവും എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ പരാജയം ഉണ്ടാകുമ്പോൾ ചെവിയിൽ വന്ന് പറയും. ഞാൻ എന്നോട് തന്നെ പറയും: എന്നെ കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ല ഈ ആത്മീയ ജീവിതം, എന്നെ കൊണ്ട് സാധ്യമാവുന്ന ഒരു കാര്യമല്ല ഈ ജയജീവിതം. എന്നാൽ കൃപയാൽ 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 കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ചെറിയ വിവേകം ഇങ്ങനെയായിരുന്നു: എത്ര പരാജയപ്പെട്ട വ്യക്തിയാണ് ഞാനെങ്കിലും, എത്രമാത്രം വലിയ പാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും ഒരിക്കലും നിരാശപ്പെടാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൻ ചവിട്ടിൽ നിന്ന് ആ യേശുവിന്റെ മുഖത്ത് നോക്കി: കർത്താവെ, ഞാനൊരു പാവിയായൊരു മനുഷ്യനാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ വീണ്ടും പാവം വന്ന മനുഷ്യനാണ്. കർത്താവെ, ഒരു അവസരം കൂടി എനിക്ക് തരണമേ. കർത്താവെ, അങ്ങയുടെ തിരുരക്തത്താൽ ഒരിക്കൽ കൂടി എന്നെ കഴുകി തരണമേ എന്ന് പറയുമ്പോൾ എന്നെ കഴുകിയ എത്രയോ അനുഭവങ്ങൾ എൻ്റെ ഭാഗമാണ്. അതെൻ്റെ അനുഭവമാണ്. എത്ര വട്ടം ഞാൻ ഇങ്ങനെ ഏറ്റു പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞുവെങ്കിലും അത്രേ വട്ടം കഴുകി തന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് ആരെല്ലാം നിരാശപ്പെട്ട് വന്നിരിക്കുന്നുണ്ട്? പാപത്തിൽ വീണവർ, പാപത്തിൽ വീണ്ടും വീണ്ടും വീഴുന്നവർ, തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവർ. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി: കർത്താവെ, ഒരിക്കൽ കൂടി ഒരു അവസരം കൂടി എനിക്ക് തരണമേ. കർത്താവെ, എൻ്റെ പാവങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കഴുകി തരണമേ. കർത്താവെ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ കർത്താവെ, ഒരു ജയാളിയായി പോകാനുള്ള കൃപ തരണമേ. ദൈവമേ, എന്നെ ഒന്ന് കഴുകണമേ. കർത്താവെ, ആത്മീയമായി എൻ്റെ ജീവിതത്തിൽ ആശ തരണമേ. കർത്താവെ, ഭൗതികമായി എൻ്റെ ജീവിതത്തിൽ ആശ തരണമേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാം.
ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോവുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് ശാസ്ത്രിമാരും പരീശന്മാരും ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ആ സ്ത്രീയുടെ മനോഭാവം, യേശുവിന്റെ മുമ്പിലേക്ക് വരുന്ന സ്ത്രീയുടെ മനോഭാവം ആശയറ്റുപോയ ഒരു മനോഭാവമാണ്. ജീവിതത്തിൽ യാതൊരു ആശയമില്ലാതെയാണ് ആ സ്ത്രീ യേശുവിന്റെ മുമ്പിലേക്ക് വരുന്നത്. അവൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യഹൂദന്മാരുടെ കല്ലേറേറ്റ് മരണം കൈവരിക്കേണ്ടി വരുമെന്ന് 100% ഉറപ്പിച്ച് ജീവിതത്തിൽ എല്ലാവിധ ആശയം അറ്റുപോയാണ് ആ സ്ത്രീ യേശുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എന്നാൽ അവളുടെ ജീവിതത്തിൽ അവൾക്ക് വലിയൊരു കൃപ ലഭിച്ചു. അവൾ അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും അവൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ യേശുവിന്റെ അടുത്ത് വരുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ പല ആളുകളും നമ്മളെ ക്ഷണിച്ചിട്ടായിരിക്കാം ഈ മീറ്റിംഗിൽ നാം കടന്നു വന്നത്. ചിലരുടെ നിർബന്ധപ്രകാരമായിരിക്കാം നാം ഈ മീറ്റിംഗിൽ കടന്നു വന്നത്. അല്ല, സ്വമനസാലായിരിക്കാം നാം മീറ്റിംഗിൽ കടന്നു വന്നത്. അല്ല, ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തെ പ്രതിയായിരിക്കാം നാം ഈ മീറ്റിംഗിൽ കടന്നു വന്നത്. എങ്ങനെയായാലും നാം വന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിലാണ്. ഈ ലോകത്ത് ജീവനുള്ളപ്പോൾ, മൂക്കിൽ ശ്വാസമുള്ളപ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൃപയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള രംഗത്ത് കടന്നു വരുവാൻ കഴിയുക എന്നുള്ളത്. ഈ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുവിന്റെ സാന്നിധ്യമുള്ള രംഗത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ സ്ത്രീക്ക് യേശുവിന്റെ അടുക്കൽ ഒന്ന് വരുവാൻ കഴിഞ്ഞു. അല്ല, ആ സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ പരീശന്മാരും ശാസ്ത്രിമാരും കൊണ്ടുവരികയാണ്. ആ സ്ത്രീക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് പരീശന്മാർ ഉന്നയിക്കുന്നത്, ശാസ്ത്രിമാർ ഉന്നയിക്കുന്നത്. അവർക്കൊരു ന്യായപ്രമാണമുണ്ട്. ന്യായപ്രമാണത്തിൽ തീക്ഷ്ണതയുള്ള പരീശന്മാരും ശാസ്ത്രിമാരും ആ സ്ത്രീയെ വിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചതാണ് എന്നും ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും ആഗ്രഹിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് ആ സ്ത്രീയെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ യേശുവിനോടുള്ള ബഹുമാനം കൊണ്ടല്ല ആ സ്ത്രീ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് ആ വായിൽ കൊടുക്കണം, യേശുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറ്റം കാണണം. അവർ പറയുന്ന ആരോപണങ്ങളെല്ലാം വളരെ ശാന്തനായ യേശു കേൾക്കുകയാണ്. എന്നാൽ ഏതോ ഒരു സമയത്ത് യേശു ഒന്ന് തല ഉയർത്തി ആ യഹൂദന്മാരെ നോക്കുന്നു, ആ സ്ത്രീയെ നോക്കുന്നു, അവർ യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്ന കല്ല് നോക്കുന്നു. അതിലുപരി സമൂഹത്തിൽ ഉന്നതരായ, സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനം വഹിക്കുന്നവരായ ശാസ്ത്രന്മാരുടെയും പരീശന്മാരുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ദൈവം നോക്കുന്നു. ദൈവം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ, യേശുക്രിസ്തു അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ഹൃദയം നിറയെ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ആ സ്ത്രീയെ കല്ലെറിയുവാൻ, ആ സ്ത്രീയെ ന്യായം വിധിക്കുവാൻ, ആ സ്ത്രീക്കെതിരെ കുറ്റം ആരോപിക്കുന്ന ഇവരുടെ ജീവിതത്തിലെല്ലാം ധാരാളം പാവങ്ങൾ നിറഞ്ഞിരിക്കുന്നവരാണ്. നാം മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ എന്ന വ്യക്തി പരസ്യമായി പലതും ചെയ്യും, പരസ്യമായി മാന്യനായി നടിക്കുവാൻ കഴിയും. എന്നാൽ എൻ്റെ രഹസ്യ ജീവിതമായി കാണുന്ന ഒരു യേശുവുണ്ട്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു യേശുവുണ്ട്. നാം നമ്മുടെ കിടപ്പും നടപ്പും ശോധന എന്ന യേശുവുണ്ട്. ലോകത്തിന്റെ ഏത് രാജ്യത്തായിരുന്നാലും, ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും, എൻ്റെ ഭാര്യ കണ്ടില്ലെങ്കിലും, എൻ്റെ ഭർത്താവ് കണ്ടില്ലെങ്കിലും, എൻ്റെ സഹോദരങ്ങളും സഹോദരികളും ആത്മീയ സുഹൃത്തുക്കളും ആത്മീയ സഹോദരന്മാരും ആരും കണ്ടില്ലെങ്കിലും എന്നെ കാണുന്ന ഒരു യേശു ഉണ്ട് എന്നുള്ളൊരു ബോധ്യം. എൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവം, എൻ്റെ പരസ്യ ജീവിതം അറിയുന്ന ദൈവം എല്ലാം അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എല്ലാം അവന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ആ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തു പാവം കാണുകയാണ്. യേശു തല താഴ്ത്തി ആ പാവങ്ങളെല്ലാം നിലത്ത് എഴുതാൻ തുടങ്ങി. എന്നിട്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ യേശു ഒന്നുകൂടിയും തലപൊക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാവമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. നിങ്ങളിൽ പാവമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അപ്പോൾ യേശു എന്നിട്ട് വീണ്ടും തലകുനിച്ച് എഴുതുകയാണ്. അവർ നോക്കുമ്പോൾ എഴുതുന്നത് അവർ മാത്രം അറിഞ്ഞ് ചെയ്ത പാവങ്ങളെല്ലാം യേശു പരസ്യമായി എഴുതുകയാണ്. അവർ ഒരിക്കലും ഈ ലോകം അറിയില്ലെന്ന് ചെയ്ത പാവങ്ങളെല്ലാം യേശു പരസ്യമായി എഴുതുകയാണ്. പിന്നീട് യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അവർ മനസ്സാക്ഷിയുടെ കുത്തു ഹേതുവായി മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെ പിരിഞ്ഞുപോയി എന്നാണ്. എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നമുക്കൊരു കാഴ്ച കാണുവാൻ കഴിയുമോ? എല്ലാവരും പിരിഞ്ഞുപോയി. ഇപ്പോൾ നാം കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ആ സ്ത്രീയുണ്ട്, യേശുവുമുണ്ട്. അവിടെ ആ സ്ത്രീയുമുണ്ട്, യേശുവുമുണ്ട്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഞാനുമുണ്ട്, എൻ്റെ യേശുവുമുണ്ട്. ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത്
ഞാൻ യേശുവിനുമായി സന്ധിക്കുന്ന സമയമുണ്ടോ? ഞാൻ യേശുവിന്റെ സന്നിധിയിൽ വ്യക്തിപരമായി ഇരിക്കുന്ന സമയമുണ്ടോ? എനിക്ക് യേശുവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടോ? ഞാൻ യേശുവിനോട് എന്തെങ്കിലും വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. ദിനവും ദിനവും ഞാൻ യേശുവിന്റെ സന്നിധിയിൽ വന്നിരിക്കും. കൃപയാൽ 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 ഞാൻ യേശുവിനോട് എല്ലാം പറയും. ഒരു മകൻ അപ്പനോട് പറയും പോലെ ഞാൻ എൻ്റെ യേശുവിനോട് എൻ്റെ ഭൗതിക കാര്യങ്ങൾ പറയും, എൻ്റെ ആത്മീയ കാര്യങ്ങൾ പറയും. എനിക്ക് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം ഞാൻ പറയും. ഈ ലോകത്തിലെ ഒരു വ്യക്തിയോടും ഞാൻ അങ്ങനെ പറയാൻ പോകാറില്ല. എന്നാൽ എൻ്റെ യേശുവിന്റെ സന്നിധിയിൽ എൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഇരുന്ന് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ യേശുവിനോട് പറയും. അപ്പോൾ എനിക്ക് അനുഭവമുണ്ട്. അതെല്ലാം വളരെ ശാന്തമായി കേൾക്കുന്ന ഒരു യേശു. ആ ശാന്തമായി കേട്ടതിന് ശേഷം എന്നെ തലോടുന്ന ഒരു യേശുവിന്റെ സാന്നിധ്യം, അതിനുശേഷം എന്നിലേക്ക് കൃപ തരുന്നത് ഞാൻ അനുഭവിക്കുന്നതാണ്. ആ കൃപ കൊണ്ടാണ് ഓരോ ദിനവും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പാവം വരാതെ യേശു എന്നെ പൊതിയുന്നത്, കാക്കുന്നത്. ഒരു ദിവസം പോലും കൃപയില്ലാതെ എണിച്ചാൽ ഞാൻ പാവത്തിൽ വീഴുമെന്ന ഉത്തമ ബോധ്യം എന്നിലുണ്ട്. എന്നാൽ എന്നിലേക്ക് ദിനം തോറും കൃപ വരുന്ന ഒരു യേശു ഉണ്ട്. ആ യേശുവിന്റെ കൃപ അനുഭവിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് നിൽക്കുവാൻ കഴിയുന്നത്. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സ്വതുവെ ജയജീവൻ സാധ്യമാവുകയില്ല, ആത്മീയ ജീവിതം സാധ്യമാവുകയില്ല. ശക്തമായി വ്യക്തമായി ആത്മീയ ജീവിതം യേശുവിനോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ അധ്വാനമോ അവന്റെ ഉപവാസമോ പ്രാർത്ഥനയോ ഒന്നും സാധ്യമല്ല. യേശു ക്രിസ്തു എന്നുള്ള കൃപയുണ്ടെങ്കിൽ മാത്രമാണ് വിജയകരമായ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കാൻ പോവുകയുള്ളൂ. അവിടെ യേശുവുമുണ്ട്, ആ സ്ത്രീയുമുണ്ട്. ആ ഈ സ്ത്രീക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ സ്ത്രീക്ക് മനസ്സിലായി തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു അത്ഭുത പുരുഷനാണെന്ന്. ആ അത്ഭുത പുരുഷനോടുള്ള സ്നേഹവും നന്ദിയും ആ സ്ത്രീയുടെ ഹൃദയത്തിൽ നിറയുകയാണ്. ആ യേശുവിനോടുള്ള സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ നിറയുകയാണ്. എന്തുകൊണ്ടാണ് അവൾക്ക് സ്നേഹം നിറയുന്നത്? ഒരിക്കലും ആശയ്ക്ക് വകയില്ലാത്ത ജീവിതത്തിൽ അവളുടെ ജീവിതം അവൾക്ക് തിരിച്ചു കിട്ടി. എല്ലാവരാലും തള്ളപ്പെട്ട ജീവിതം, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ യഹൂദന്മാരുടെ കല്ല് പതിഞ്ഞ് മരിക്കുമെന്ന് ഉറപ്പായിരുന്ന സ്ത്രീയുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ അടുക്കൽ വന്നതുകൊണ്ട് അവൾക്ക് ആ ജീവിതം തിരിച്ചു കിട്ടി. ആ ജീവിതം തിരിച്ചു കിട്ടിയതുകൊണ്ട് അവൾക്ക് യേശുവിനോട് നന്ദി നിറയുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നന്ദിയുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നന്ദിയുണ്ടോ? എന്തിനാണ് നന്ദി യേശുവിനോട്? ഞാൻ ഒരിക്കലും രക്ഷപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. ഞാൻ പാപം ചെയ്ത് നശിച്ചു പോകേണ്ട വ്യക്തിയാണ്. നിത്യമായ നരകത്തിൽ ചെന്ന് ചാടേണ്ട വ്യക്തിയാണ്. എന്നാൽ സ്വർഗമഹിമകളെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെയും യേശു ക്രിസ്തു ക്രൂശിൽ ഊറ്റിത്തന്നു. ആ ക്രൂശിലെ രക്തത്താൽ എന്റെ പാവങ്ങൾ കഴുകി, എന്റെ ശാപങ്ങൾ മാറ്റി, എന്റെ ബന്ധനം അഴിച്ചു, എന്റെ കെട്ടുകളെ പൊട്ടിച്ചു. എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി ഒരുക്കി തന്നു. ആ യേശുവിനോട് എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ? ആ യേശുവിനോട് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ? ആ സ്ത്രീക്ക് യേശുവിനോട് സ്നേഹം നിറയുകയാണ്. എല്ലാവരും പോയപ്പോൾ യേശു ആ സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? സ്ത്രീയെ, ആരും ശിക്ഷ വിധിച്ചില്ലയോ? ആ സ്ത്രീക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവൾക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അവൾ പയ്യെ പറഞ്ഞു, ഇല്ല കർത്താവേ, എനിക്ക് ആരും ശിക്ഷ വിധിച്ചില്ല കേട്ടോ, ഇല്ല കർത്താവേ. ആ സ്ത്രീയോട് യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. സ്ത്രീയെ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഒരു കാര്യം യേശു പറയുകയാണ്, പോക, ഇനി പാപം ചെയ്യരുത് കേട്ടോ. പോക, ഇനി പാപം ചെയ്യരുത് കേട്ടോ. അതാണ് നാം ആദ്യം വായിച്ചു കേട്ടത്. പോക, ഇനി പാപം ചെയ്യരുത്. ആ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് പറയുന്നത്. പോക മകനെ, ഇനി പാപം ചെയ്യരുത് കേട്ടോ. ആ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ എല്ലാവരോടും പറയുന്നത്. പോക, ഇനി പാപം ചെയ്യരുത് കേട്ടോ. ഇതുവരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു? ഇതുവരെ ഞാനെന്ന വ്യക്തി എങ്ങനെ ജീവിച്ചു? ഇതുവരെ ഇത് കേൾക്കുന്ന വ്യക്തികൾ എങ്ങനെ ജീവിച്ചു എന്ന് യേശു ചോദിക്കുന്നില്ല. എന്നാൽ യേശുവിന് പറയാനുള്ളത്, പോക, ഇനി പാവം ചെയ്യരുത് കേട്ടോ. പോക, പാവം ചെയ്യരുത് കേട്ടോ. ഇതുവരെ നിന്റെ പാവങ്ങൾക്ക് വേണ്ടി, എന്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഇന്നേക്ക് 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ചത്. തന്റെ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്നത് എന്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. യേശുവിന്റെ കയ്യിൽ ആണിയടിയേറ്റത് എന്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. യേശുവിന്റെ കാലിൽ ആണിയടിയേറ്റത് എന്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് ഞാൻ പാവം ചെയ്തുകൊണ്ടാണ്. എന്നെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. യേശുവിന്റെ വിലാപ്പുറ തുറക്കപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് പൊറുക്കുവാൻ വേണ്ടിയാണ്. യേശുവിന് ഇന്ന് എന്നോട് പറയാനുള്ളത്, യേശുവിന് നമ്മൾ ഓരോരുത്തരും പറയാനുള്ളത്, മകനെ, മകളെ, സഹോദര, സഹോദരി, ഇനി പാവം ചെയ്ത് എന്റെ കയ്യിൽ വീണ്ടും നീ ആണിയടിക്കരുത് കേട്ടോ. ഇനി പാവം ചെയ്ത് എന്റെ വിലാപ്പുറത്തേക്ക് വീണ്ടും നീ കുത്തരുത് കേട്ടോ. ഇനി നീ പാവം ചെയ്ത് എന്റെ കാലുകളിൽ ആണി അടിക്കരുത് കേട്ടോ. ഇനി നീ പാവം ചെയ്ത് എന്റെ തലയിൽ വീണ്ടും മുൾക്കിരീടം വെക്കരുത് കേട്ടോ. ഇനി നീ പാവം ചെയ്ത് വീണ്ടും എന്നെ ചാട്ടവാറ കൊണ്ട് അടികൊണ്ട് ഏൽക്കരുത് കേട്ടോ.
ആ യേശുവിൽ അങ്ങനെയാണ് നമ്മോട് പറയാനുള്ളത്. ഞാനെന്ന വ്യക്തി ഒരു പാപം ചെയ്യുമ്പോൾ യേശുവിന്റെ വിലാപ്പുറത്തേക്ക് കുത്തുകയാണ്. ഞാനെന്ന വ്യക്തി ഒരു പാപം ചെയ്യുമ്പോൾ യേശുവിന്റെ തലയിൽ പുൽക്കിരീടം വെക്കുകയാണ്. ഞാനെന്ന വ്യക്തി പാപം ചെയ്യുമ്പോൾ വീണ്ടും യേശുവിന്റെ കന്നത്തടിക്കുകയാണ്. ഞാനെന്ന വ്യക്തി പാപം ചെയ്യുമ്പോൾ യേശുവിന്റെ കയ്യിലും കാലിലും ആണിയടി ഏൽക്കുകയാണ്. ഞാൻ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്ന ഒരു വ്യക്തിയാണോ, അതോ യേശുവിന് ആശ്വാസം നൽകുന്ന വ്യക്തിയാണോ? എൻ്റെ ജീവിതത്തിൽ പാവം വരുമ്പോൾ ഞാൻ യേശുവിനെ ക്രൂശിക്കുന്ന വ്യക്തിയായി തീരുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ ക്രൂശിക്കുന്ന വ്യക്തിയാണോ, അതോ എൻ്റെ ജീവിതം കൊണ്ട് യേശു ക്രിസ്തുവിന് ഒരു സ്വാതന്ത്ര്യം നൽകുന്ന വ്യക്തിയാണോ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുക. യേശു സ്തോത്രം, മഹത്വം. ഇന്ന് യേശുക്രിസ്തുവിനോട് നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ എടുക്കുന്ന തീരുമാനം ഇങ്ങനെയാണ്: കർത്താവെ, അങ്ങയുടെ വാക്ക്, എന്നോടുള്ള വാക്ക്, പാപം ചെയ്യരുതെന്നുള്ള വാക്ക്, കർത്താവെ, ഞാൻ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു നെടുവീർപ്പുണ്ട്. കർത്താവെ, ഈ തീരുമാനമെടുത്തിട്ട് ഒരു നിമിഷം പോലും നിൽക്കാനുള്ള ശക്തി എന്നിലില്ല. കർത്താവെ, അങ്ങയുടെ കൃപ എന്നിലേക്ക് തരണമേ. കർത്താവെ, തീരുമാനം ഞാൻ എടുക്കുന്നു, കൃപ എന്നിലേക്ക് തരണമേ. കർത്താവെ, അങ്ങയുടെ കൃപയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പാവത്തിൽ വിജയകരമായി ജീവിക്കാൻ, പാവത്തിൽ നിന്ന് മോചനം എനിക്ക് ലഭ്യമാകുകയില്ല. തീരുമാനം മനുഷ്യന്റെ ഭാഗത്തു നിന്നാണ്, എന്നാൽ കൃപ വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാഗത്തു നിന്നാണ്. നിഷ്കളങ്കമായി ഞാനെന്ന വ്യക്തി തീരുമാനമെടുത്താൽ, നമ്മൾ ഓരോരുത്തരും ഇന്ന് പാവത്തോട് അറപ്പും വെറുപ്പുമുള്ളവരായി തീരുമാനമെടുത്താൽ, യേശുക്രിസ്തു അതിൽ നിലനിൽക്കാനുള്ള കൃപ എന്നിലേക്ക് തരും, നമ്മളിലേക്ക് തരും. തീരുമാനമെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും തരും. ജഡികനായ എന്നെ ഒരു ആത്മീയനാക്കി തീർക്കണമേ. നഗ്നനായ എന്നെ ഒന്ന് ഉടുപ്പിക്കണം യേശുവേ. ശക്തനായി ആത്മീയ ജീവിതം നയിക്കുവാൻ എന്നിലേക്ക് കൃപ തരണമേ എന്ന് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം നാം ഇന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ, തുടർന്നുള്ള സമയം വലിയ ആത്മീയ അനുഭവങ്ങളും വലിയ ആത്മീയമായ അനുഭവത്തിലൂടെ ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മളെ നടത്തും. അതിനുവേണ്ടി എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി ആ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.